അനുമോൾക്ക് പണി കിട്ടാനുള്ള അടുത്തൊരു വകയുണ്ട്. അനുമോൾ ശരിക്കും പറഞ്ഞാൽ ഈ അനീഷും ആദിലയും തമ്മിലുള്ളത് ഒരു ടോം ആൻഡ് ജെറി ആ ഒരു വഴക്ക് അത്തരത്തിലൊരു വഴക്കായിട്ട് മാത്രമേ അനുമോൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് ഷാനവാസും എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. ഷാനവാസും ഇവരെ തമ്മിലൊരു കോംപ്രമൈസ് ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലൊന്നും കൊണ്ടുപോയിട്ട് കാര്യമില്ല. പിന്നെ അതുപോലെ അനുമോൾ അനീഷിന്റെ അടുത്ത് മനഃപൂർവ്വമായിട്ട് ചെന്നിട്ട് പലപ്പോഴും അനീഷേട്ട ആദില അങ്ങനെ ചെയ്തില്ല, അനീഷേട്ട ആദില പാത്രം കഴുകണമെന്ന് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അത് അനീഷേട്ടനും അതുപോലെ ആദിലയ്ക്കും ഇടയിൽ ഒരു ഫൈറ്റ് ഉണ്ടാക്കാനുള്ള ഒരു കാരണമാകാറുണ്ട്. അങ്ങനെ ആയിട്ടുമുണ്ട്. പക്ഷെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ അനുമോള് ശരിക്കും ആദിലയുടെയും അത് ഒരു ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇന്ന് ലൈവിനകത്ത് ഇരുന്ന് മറ്റേ അനുമോള് പറയുന്നുണ്ട്, ഓ നിങ്ങൾ ടോമും ജെറിയും പോലെയാണല്ലേ, നിങ്ങൾ ടോം ജെറി ഇതേ കണക്കാണ് വഴക്കടിക്കുന്നത്, അങ്ങനെ ഒരു കോംബോ ആണല്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രേക്ഷകർക്ക് അത് കാണുമ്പോൾ അത് ടോം ആൻഡ് ജെറി കോംബോ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതിൽ കുറച്ചധികം മോശമായിട്ടാണ് അനീഷിനോട് ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് മോർണിംഗ് ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. മോർണിംഗ് ആക്ടിവിറ്റിയിൽ നടന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വന്നപ്പോൾ വളരെ നല്ല ഒരാളും മോശമായിട്ട് പോയ ഒരാളും പറയണം, അതുപോലെ വന്നപ്പം ഭയങ്കര മോശമായിട്ട് തോന്നിയിട്ട് ഇപ്പോൾ വളരെ നല്ലതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരാളെ പറയണം. എന്നിട്ട് ബിഗ് ബോസ് എടുത്ത് പറയുന്നുണ്ട്, ഇത് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല എന്നൊരു തമാശ രൂപേണ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാവും വന്നപ്പോൾ അടിപൊളിയായിരുന്നു, ഇപ്പോൾ വളരെ മോശമായിട്ട് കേൾക്കുന്ന ഒരു പേരെന്ന് പറയുന്നത് ആദിലയുടേതാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് അങ്ങനെ ഒരു ഗെയിം ഒരു ടാസ്ക് കൊടുത്തതെന്ന് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്കത് എങ്ങനെയാ തോന്നിയെന്നുള്ളത് കമന്റിൽ പറയുക. അപ്പം കറക്റ്റായിട്ട് നമ്മുടെ അനീഷ് വന്നിട്ട് പറയുന്നുണ്ട്, കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ആദില നൂറ ഇവർ രണ്ടുപേരെയാണ് ഈ ഒരു കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തിയത്. ആദില വന്നപ്പോൾ വളരെയധികം മിടുക്കിയായിട്ടും വളരെ സ്ട്രോങ് ആയിട്ട് ഒപ്പീനിയൻസ് പറയുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു കാര്യവും ഇല്ലാതെയാണ് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്ന് ആദിലയെ നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. എന്നാൽ നൂറ വന്ന സമയത്ത് ഒന്നും മിണ്ടാതെയൊക്കെ ഇരുന്നു, സൈലന്റ് ആയിരുന്നു. പക്ഷെ വളരെ വ്യക്തമായിട്ട് നിലപാടുകൾ പറയേണ്ടടുത്ത് മാത്രം പറഞ്ഞുള്ള സംസാരമാണ് നൂറയുടേത് എന്ന് അനീഷ് പറയുന്നുണ്ട്. ശരിക്കും ഇന്നലത്തെ ആ ഒരു ടാസ്ക് നടന്നപ്പോൾ, ബോട്ടിൽ ഫാക്ടറി ആ ഒരു ടാസ്ക് നടന്നപ്പോൾ നൂറയും അനീഷിന്റെ അടുത്ത് ഭയങ്കര മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അനീഷ് നെഗ്ലക്ട് ചെയ്യുന്നുണ്ട്. അതായത് നൂറ കാണിച്ചത് അനീഷ് വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. എന്നാൽ ആദില പിറകെ നടന്ന് തന്നെ ശല്യം ചെയ്യുന്നതും അത് സത്യത്തിൽ നൂറയ്ക്കും ഇഷ്ടമല്ല. നൂറയും അത് പറയുന്നുണ്ട്, ആദില അങ്ങനെ ചെയ്യരുത്, നീ എന്തോ ഈ കാണിക്കുന്നത്, നീ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് നൂറ പറയുന്നുണ്ട് ആദില എടുത്ത്. അപ്പോൾ ഇത് കൺസിഡർ ചെയ്തിട്ടോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അനീഷ് പറയുന്ന രണ്ടു പേര് ആദില മോശമായി പോയി എന്നും നൂറ ഇപ്പോൾ മിടുക്കിയായി എന്നുള്ള രീതിയിലാണ്. ഇതേ കണക്ക് വന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ആദിലയാണ്. ആദില പറയുന്നത് അനീഷ് വന്നപ്പോൾ അടിപൊളിയും സ്ട്രോങ്ങും ഒക്കെ ആയിരുന്നു, ഇപ്പൊ മോശമായി പോയി. എന്നാൽ നൂറ വന്നപ്പോൾ സൈലന്റ് ആയിരുന്നു, എന്നാൽ ഇപ്പോൾ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ വന്നിട്ട് നമ്മുടെ അനുമോള് പറയാണ്, അനുമോൾ ആ കോപ്പി അടിച്ചതാണ് ഞാൻ ഇവിടെ മെയിൻ ആയിട്ടും സൂചിപ്പിക്കാൻ കാരണം. അതായത് അനുമോള് ശരിക്കും പറഞ്ഞാൽ ആദില നൂറ ഇവരുടെ ഒരു കൂട്ടുകെട്ടിനകത്ത് ഇപ്പോൾ ബൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. ശരിക്കും അനുമോള് തനിച്ച് കളിച്ചാൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഒരു പ്ലെയർ ആണ്. പിന്നെ അതുപോലെ തന്നെ ശൈത്യ ഉണ്ടായിരുന്ന സമയത്ത് ശൈത്യയുടെ കൂടെ നിന്ന് തന്നെയായിരുന്നു കളിച്ചത്. ശൈത്യ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നു എന്ന് കണ്ടപ്പോഴാണ് സത്യത്തിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ തുടങ്ങിയത്. അപ്പോഴും കൂടുതലായിട്ട് അനുമോള് ഡിപ്പെൻഡ് ചെയ്തത് ആദിലേനെയാണ്. ആദില ജസ്റ്റ് ഒരു ലിസണറായിട്ട് മാത്രമേ അനുമോൾ അന്നും കൺസിഡർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ അനുമോള് ശരിക്കും പറഞ്ഞാൽ ജിസേലുമായിട്ടും ആര്യനുമായിട്ടും ഒക്കെ നല്ലൊരു ടേംസിൽ പോകുന്നുണ്ട്. ജിസേലുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ട്. ചില കാര്യങ്ങളിലുള്ള വിയോജിപ്പുകൾ പറയാറുമുണ്ട്. എന്നാൽ ജിസേലുമായിട്ടൊക്കെ നന്നായിട്ട് കൂട്ടുകൂടുന്നുണ്ട്. പക്ഷെ ആദിലെടുത്ത് കുറച്ചധികം ഒരു ക്ലോസ്നെസ് കൊണ്ടുവരുന്നുണ്ട്. അവർ മൂന്നുപേരും ആണല്ലോ ഒരു ടീം, ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നത്. പക്ഷെ അനുമോള് ഈ പറയുന്ന അനീഷ് വന്നപ്പോൾ സ്ട്രോങ് ആയിരുന്നു, ഇപ്പൊ മോശമാണ് എന്ന് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. അത് അനുമോള് പറയാൻ പാടില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നടന്ന ടാസ്കുകൾ ആയിക്കോട്ടെ, മറ്റെന്ത് കാര്യങ്ങളായിക്കോട്ടെ, അത് ആ ഹോട്ടൽ ടാസ്ക് ആയിക്കോട്ടെ, അവിടെ ഒക്കെ അനീഷ് കാണിച്ച ആ ഒരു എന്താ പറയാ സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പീനിയൻസും, അതുപോലെ തന്നെ ഇപ്പോഴും ഇപ്പൊ ആ ചോക്ലേറ്റ് കിട്ടിയില്ലെന്നും പറഞ്ഞ് അനുമോള് നടന്നു. അപ്പോഴും വന്നിട്ട് അനീഷേട്ടാ ആ ചോക്ലേറ്റ് ഞാൻ കാണിച്ചു തന്നാ എനിക്കത് എടുത്തു തരുമോ എന്നും ചോദിച്ചുകൊണ്ട് അനുമോള് പോയത് അനീഷിന്റെ അടുത്തോട്ടാണ്. അനീഷ് അവിടെ ഒരു സ്ട്രോങ് ആയിട്ട് ഒപ്പീനിയൻ ഉള്ള ആളായതുകൊണ്ടും മറ്റുള്ളവരുടെ സംസാരിച്ച് അത് നേടിയെടുക്കാൻ അനീഷിന് സാധിക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടുമാണല്ലോ അനുമോള് പോയി അനീഷിന്റെ ഹെൽപ്പ് ചോദിച്ചത്. എല്ലായ്പ്പോഴും അനീഷും അനുമോളും തമ്മിൽ നല്ലൊരു ഒരു നല്ല കമ്പനിയുണ്ട്, ഒരു സിസ്റ്റർ ബ്രദർ പോലെയാണ് രണ്ടുപേരും അവിടെ നിൽക്കുന്നത്. എന്നിട്ട് അനുമോൾ എന്തിനാണ് അനീഷിനെ കുറിച്ച് അങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിന് കാരണം ഒരു പക്ഷേ അത് ആദിലെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതുകൊണ്ട് അത് കോപ്പി അടിച്ച് പറഞ്ഞതാണ്. പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, അനീഷിനെ ഒന്ന് രണ്ട് പേരും കൂടെ അത്തരത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ വന്നപ്പോൾ കുറച്ച് വീക്കായിട്ട് ഇപ്പൊ കുറച്ച് സ്ട്രോങ് ആയിട്ട് തോന്നിയിട്ടുള്ള രീതിയിലും അനീഷിനെ പറഞ്ഞവരുണ്ട്. എങ്കിലും അനുമോള് ശരിക്കും ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ ചിന്തിക്കേണ്ടതായിരുന്നു. അനീഷ് ആദ്യം വന്ന സമയത്ത് ഭയങ്കര നെഗറ്റീവായിട്ട് എല്ലാവരും
ഓക്കെ ഇവിടുത്തെ ഏറ്റവും വലിയ ചൊറി എന്ന് പറയുന്നത് അനീഷാണെന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴും അനുമോള് ആ സമയം തൊട്ടേ അനീഷിനടുത്ത് ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരുടെ അടുത്തും അവിടുത്തെ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള എല്ലാവരുടെ ഒരു സൗഹൃദം കൂടി കീപ്പ് ചെയ്തിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ അനീഷ് വന്നതിൽ നിന്നും കുറെ കൂടെ ബെറ്റർ ആയി. ഇടയ്ക്ക് ഒരു ചെറിയ സമയത്ത് അനീഷ് കുറച്ച് സൈലന്റ് ആയി പോയായിരുന്നു. എന്നാൽ ആ ഒരു പണിപ്പുര ടാസ്കിൽ അനീഷിന്റെ അടുത്ത് ഇനി മിണ്ടരുത് എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് വീണ്ടും ആ ഒരു ഇതിൽ നിന്ന് അനീഷ് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് പുറത്തോട്ട് വന്നു. പിന്നെ അവിടെ നടക്കുന്ന പല ചീപ്പ് കേസുകളിലും അനീഷ് ബഹളം വെക്കാൻ പോകാറില്ല. അതവിടെ സംഭവിക്കുമ്പോൾ നോക്കിക്കൊണ്ട് നിൽക്കാറാണ് പതിവ്. തനിക്ക് ഒപ്പീനിയൻ ഇല്ലാത്തടുത്ത് താൻ പോയി ചുമ്മാ അഭിനയിച്ചോ അല്ലെങ്കിൽ ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളല്ല അനീഷ്. ഏതായാലും അനുമോള് ഇപ്പൊ ആദിലെ പറഞ്ഞത് അതേ എനിക്ക് കോപ്പി അടിച്ച് പറഞ്ഞു എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു. സോ അനുമോള് ആദിലയെ കോപ്പി അടിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, അതുപോലെ തന്നെ അനീഷുമായി ആദിലയും തമ്മിലുള്ള ആ ഒരു ഫൈറ്റിനെ ഒരു ടോം ആൻഡ് ജെറി ഫൈറ്റ് ആണ്, ഫണ്ണാണെന്നുള്ള രീതിയിൽ അനുമോള് കൺസിഡർ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അനുമോൾക്ക് ഇതിനകത്തൊരു പണി കിട്ടും. കാരണം സത്യം പറഞ്ഞാൽ ആദിലേക്ക് ഒരു മൂഡ് സ്വിങ്സ് ഉണ്ടെന്ന് തോന്നുന്നു. മൂഡ് സ്വിങ്സ് ഉണ്ടെന്ന് ഇടയ്ക്ക് ആദില പറയുന്നുണ്ടായിരുന്നു. ആ ഒരു മൂഡ് സ്വിങ്സിന്റെ പേരിൽ ഇത്രയധികം അനീഷിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഇത്രയും ഇറിറ്റേറ്റ് ചെയ്യേണ്ട കാര്യം ഇല്ല എന്നും കൂടി എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ഏതായാലും ശരി, അനുമോള് കുറച്ച് വിട്ടു നിന്ന് കളിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നി. നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. അതുപോലെ അനീഷ് ഇവർ ഈ പറയുന്ന കണക്കല്ല. എനിക്ക് തോന്നുന്നത് വെച്ചാൽ വന്നപ്പോൾ കുറച്ച് ചൊറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഗെയിം ഒന്ന് മാറ്റി പിടിച്ചു, കുറച്ചൊന്ന് സൈലന്റ് ആയി. അതിനുശേഷം ഇപ്പോൾ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു നല്ല ഗെയിമർ ആണ് അനീഷ്. ഇതിനെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. അപ്പോൾ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.